العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليك وعلى آلك وصحابك وأزواجك وأتباعك يا سيدنا يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب. صدق الله العظيم. من تمسك بسنتي عند فساد أمتي فله أجر 100 شهيد. صدق رسول الله صلى الله عليه وسلم. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന അള്ളാഹുവിൻ്റെ ആഴമേറിയ അറിവിൽ നിന്ന് ദാഹം മാറുന്നതുവരെ പാനം നടത്തിയ സ്റ്റേജിലിരിക്കുന്ന അഭിവന്യരായ പണ്ഡിത സുഹൃത്തുക്കളെ, ഈ യോഗത്തിനെ ഭക്തിനിർഭരമായ പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കിയ ബഹുമാന്യനായ സയ്യിദ് ഉബൈദുള്ള തങ്ങൾ ലക്കടി അവറുകളെ, ഈ സദസ്സിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമുന്നതനായ ജില്ലാ സെക്രട്ടറി ഉസ്താദ് എം എം മൊഹീദ്ദീൻ മൗലവി ആലുവ അവറുകളെ, യോഗമുദ്ഘാടനം ചെയ്ത സമിതി ജമുല്ലൈലി തങ്ങൾ, അതുപോലെ മുഴുവൻ പേരും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ സ്റ്റേജിലിരിക്കുന്ന കരുത്തുറ്റ മഹാരഥന്മാരായ പണ്ഡിത സുഹൃത്തുക്കളെ, നേതാക്കളെ, സഹപ്രവർത്തകരെ, മുത്തഅല്ലിമീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട സുഹൃത്തുക്കൾക്ക് എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിൽ 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. പവിത്രമായ ഈ ആത്മീയ സംഗമത്തിൽ സംഗമിച്ച നമ്മളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളൊത്ത്, ഗുരുനാഥരൊത്ത്, ഭാര്യ സന്തതികളൊത്ത്, സുഹൃത്തുക്കളൊത്ത് അല്ലാഹു അവൻ്റെ സ്വർഗ്ഗലോകത്ത് നമ്മെ ഒരുമിപ്പിക്കുമാറാവട്ടെ. നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാർക്കും സയ്യിദന്മാർക്കും നമുക്കും അല്ലാഹു ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ മഹത്തായ സ്ഥാപനം ഇസ്ലാമിക, വൈജ്ഞാനിക, സാമൂഹ്യ, സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിരവധി സ്തുത്യർഹമായ സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സ്ഥാപനം ഇനിയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുരോഗതിയിലേക്ക് ഉയർത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ എൻ്റെ പിറകെ ഈ സദസ്സിനെ അഭിമുഖീകരിക്കാൻ കാത്തിരിക്കുന്നതുകൊണ്ടും, ഇതൊരാത്മീയ സംഗമമാണ് ഇനിവിടെ നടക്കാനിരിക്കുന്നത് എന്നതുകൊണ്ടും, വലിയ ഒരു പ്രഭാഷണത്തിന് ആവശ്യമില്ല എന്ന് ഞാൻ സ്വയം മനസ്സിലാക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം വെട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അതിനേക്കാളുപരി ഈ മഹാസംഗമത്തിന് സ്വാഗതം അരുളിയ ബഹുമാന്യനായ മൊഹീദ്ദീൻ ഹാജി അറ്റൂറും, ബഹുമാന്യനായ സമസ്ത ലീഗൽ സെല്ലിൻ്റെ കൺവീനർ കൂടിയായ ബഹുമാന്യനായ കല്ലേപ്പാടം ബഷീർ സാഹിബും പറഞ്ഞു, പ്രസംഗമൊന്നും വേണ്ടേ, ധാരാളം സ്ത്രീകളാണ്, ഒരു ഹദീസ് ഒരായത്ത് ഓതിയിട്ടുണ്ട്, വഹദ് പറഞ്ഞാൽ മതി. ഒരു രണ്ടാളും വരുമ്പോൾ തന്നെ എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രഭാഷണത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നതോടൊപ്പം അവരുടെ ആ നിർദ്ദേശങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ എന്ന് മനസ്സിലാക്കി ബഹുമാന്യനായ തങ്ങൾ പറഞ്ഞത്, ഒരു ആയത്ത് ഒരു ഹദീസ് ഓതിയിട്ട് എന്തെങ്കിലും ഒരു വഅദ് പറയണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, വലിയ വഅദ് പറയുന്ന ആൾ എൻ്റെ അനിയൻ തന്നെ, അദ്ദേഹം ഇപ്പോൾ സദസ്സിലിരിക്കുന്നത് അബ്ദുൽ ലത്തീഫ് ഹൈത്തമി. ഇവരൊക്കെ ഈ സദസ്സിലുള്ളത് കൊണ്ട് ഞാനൊരു വലിയ പ്രഭാഷണത്തിനൊന്നും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഈ സ്ഥാപനവുമായി കഴിഞ്ഞ ഒരു 3-4 വർഷമായി ആദരണീയനായ ബഹുമാന്യനായ അബുഹാജി ഇടയ്ക്കിടയ്ക്ക് ഈ സ്ഥാപനത്തിനെ കുറിച്ച് എന്നോട് ഇങ്ങനെ പറയുകയും ഞാനിവിടെ വരികയും പോവാറൊക്കെയുണ്ട്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ബഹുമാന്യനായ ലോജിക് ഗ്രൂപ്പിൻ്റെ GCCയിലെ ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, സൗദി അറേബ്യ തുടങ്ങി UAE എല്ലാ സ്ഥലത്തും സ്ഥാപനങ്ങളുള്ള സുപ്രഭാതം ദിനപത്രത്തിൻ്റെ ഡയറക്ടർ കൂടിയായ വലിയൊരു ബിസിനസ്സുകാരനാണ് ആദരണീയനായ എൻ്റെ സുഹൃത്ത് ബഹുമാന്യനായ യൂസഫ് ഹാജി. അദ്ദേഹം ഇന്ന് കാളിയറോഡ് സദസ്സിൽ വന്ന് അദ്ദേഹം സലാത്തിൻ്റെ സദസ്സിൽ വന്ന് പങ്കെടുത്തു. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ ഒന്ന് പങ്കെടുക്കണമെന്ന് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് കാലത്താണ് ഖത്തറിൽ നിന്നിറങ്ങിയത്. അപ്പോൾ ഈ സ്ഥാപനം മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു റിസീവറും കാര്യമൊന്നും ഇല്ലാതെ ചെറിയ തോതിൽ ഇങ്ങനെ നടന്നു പോവുകയാണ്.
ഇതിന് സാമ്പത്തികമായ സഹായമൊന്നും ഇല്ല എന്ന് ഞാൻ വരുന്ന വഴിയിൽ ഭക്ഷണം കഴിച്ചിങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹം എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഉസ്താദ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അള്ളാഹു ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ദീർഘായുസ്, ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും അള്ളാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്യട്ടെ. സുപ്രഭാതം ദിനപത്രത്തിനെ എന്നും വളരെ മുൻപന്തിയിൽ നിന്ന് സഹായിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ഈ സ്ഥാപനത്തെക്കുറിച്ച് ഞാൻ വരുമ്പോൾ പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് കാളി റോഡ് സദസ്സിൽ വന്ന് ദ്വാർക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ക്ലിനിക്ക് കിട്ടുന്നുണ്ട്. ആ സദസ്സിൽ വെച്ച് അദ്ദേഹം ഞാൻ പറയാതെ ഉസ്താദ് പ്രവർത്തിക്കുന്ന ആ സ്ഥാപനത്തിന് 5 ലക്ഷം രൂപ ഞാൻ കൊടുത്തേക്കാമെന്ന സദസ്സെന്ന് അദ്ദേഹം പറഞ്ഞു. അള്ളാഹു അത് കബൂൽ ചെയ്യട്ടെ. അപ്പോൾ ഈ സ്ഥാപനത്തിന് ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ഞാൻ എന്താ ചെയ്യണ്ടെങ്കിൽ ഉസ്താദ് പറഞ്ഞോളൂ, പിന്നെ ഞാനെങ്കിൽ എന്താണെങ്കിൽ ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞത്. അപ്പോൾ അമിതമായി ബുദ്ധിമുട്ടിക്കേണ്ട, അദ്ദേഹം ഈ സ്ഥാപനത്തിലെ മക്കളുടെ ചെലവിലേക്ക് ഒരു 5 ലക്ഷം രൂപ അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് ഈ സദസ്സിൽ നിന്ന് എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അത് സ്വീകരിക്കുമാറാവട്ടെ. അതുമാത്രമല്ല, ഈ സ്ഥാപനത്തിൻ്റെ ദൈനംദിന നടത്തിപ്പിന് എന്തെങ്കിലും ഒരു സഹായം നിരന്തരമായി അർഹിക്കുന്ന രൂപത്തിൽ നിങ്ങൾ സഹായിക്കണമെന്ന് ഈ സ്ഥാപനത്തിൻ്റെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് എന്നോട് അബുഹാജി ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ ആ ആവശ്യം കൂടെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ അദ്ദേഹത്തെ ചൂഷണം ചെയ്യാറൊന്നുമില്ല. പക്ഷേ എങ്കിലും ഈ സ്ഥാപനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തോട് അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഹുമാന്യനായ അബുഹാജിയെ സാക്ഷി നിർത്തി പറയുന്നു, അദ്ദേഹം അത് ചെയ്യാമെന്ന് വാക്കും തന്നിട്ടുണ്ട്. അള്ളാഹു ദീനിനു വേണ്ടി ഒരുപാട് കാലം ഖിദ്മത്ത് ചെയ്യാനും ദീനിനു വേണ്ടി ചെലവഴിക്കാനുള്ള സമ്പൽ സമൃദ്ധിയും അള്ളാഹു അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ അധികരിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു നല്ലതിനു വേണ്ടി ചെലവഴിക്കാനുള്ള സമ്പൽ സമൃദ്ധി അദ്ദേഹത്തിൻ്റെയും നമ്മുടെയും കരങ്ങളിൽ അള്ളാഹു നൽകുമാറാവട്ടെ. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഗ്രൂപ്പിനും വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. അതുപോലെ ബോംബെയിലെ ദുബായിലേക്ക് വലിയൊരു വ്യവസായ പ്രമുഖനാണ് ബഹുമാന്യനായ ഇബ്രാഹിം സാഹിബ് കറാമ. അദ്ദേഹം ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ സുപ്രഭാതവുമായി ബന്ധപ്പെട്ടൊരാവശ്യത്തിന് ഖത്തറിൽ പോയി തിരിച്ച് ബോംബെയിൽ ഇറങ്ങിയ സമയത്ത് ബോംബെയിൽ നിന്ന് അദ്ദേഹത്തെ വരുമ്പോൾ ഒരുമിച്ച് നാട്ടിലേക്ക് കൂട്ടി വന്നതാണ്. ഇന്ന് അവിചാരിതമായി ഞങ്ങൾക്കൊരു പരിപാടിക്ക് പോകാനുള്ളതുകൊണ്ട് അദ്ദേഹം കൂടെയുണ്ട്. അദ്ദേഹം വലിയ ബിസിനസ്സുകാരനാണ്, സ്ഥാപനത്തിന് വേണ്ടിയൊക്കെ സഹായിക്കും. അദ്ദേഹത്തോട് ഞാൻ ആ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ ആവശ്യമായ സഹായം ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ദീനിനു വേണ്ടി ചെലവഴിക്കാവുന്ന സമ്പൽ സമൃദ്ധി നൽകുമാറാവട്ടെ. അവർക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെടുന്നു, നിങ്ങളൊക്കെ അവരുടെ ബിസിനസ് പുരോഗതിക്ക് വേണ്ടി ഒരുപാട് കുടുംബങ്ങൾ അവരെ ആശ്രയിച്ച് വിദേശ രാജ്യങ്ങളിലും നാടിലൊക്കെ ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അവർക്ക് വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി വേദി മറ്റുള്ളവർക്ക് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഈ മഹത്തായ സ്ഥാപനം കഴിഞ്ഞ 10 വർഷക്കാലമായി വളരെ സ്തുത്യർഹമായ സേവനമാണ് നടത്തി വരുന്നത്. ഇന്നിപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ദശവാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ദിവസം ഒരു ആത്മീയ സദസ്സാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ആത്മീയ സദസ്സിൽ ഒരു ഭൗതിക കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ദീർഘിപ്പിക്കാതെ വലിയ പ്രാസംഗികന്മാരുള്ളത് കൊണ്ട് ഒരു 5-10 മിനിറ്റ് മാത്രം ഞാൻ പറഞ്ഞ് കാര്യങ്ങൾ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ മജ്ലിസുന്നൂർ ദിക്റിൻ്റെ സലാത്തിൻ്റെ സദസ്സ് ഇപ്പോൾ കാളി റോഡ് നടന്നു വരുന്ന സലാത്തിൽ 10,000-ലധികം ആളുകളാണ് പങ്കെടുക്കുന്നത്. ഇന്നതിൻ്റെ ദിവസമായിരുന്നു. 2-3 മണിയാകുമ്പോഴേക്ക് ചേലക്കരയിൽ നിന്ന് കാളി റോഡ് പോകുന്നുള്ള റോഡ് മുഴുവൻ ബ്ലോക്കായി ജനനിബിഡമാവുകയാണ് ആ ആത്മീയ സദസ്സ്. അതുപോലെ കേരളത്തിൽ നടക്കുന്ന ബഹുമാന്യനായ തങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 6000-ലധികം മജ്ലിസുന്നൂറിൻ്റെ സദസ്സുകൾ കേരളക്കരയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നു വരുന്നുണ്ട്. മനുഷ്യ സമൂഹം വഴിതെറ്റിപ്പോകുമ്പോൾ, മനുഷ്യന്മാരെല്ലാവരും പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന് സമാധാനവും ശാന്തിയും കണ്ടെത്താനുള്ള ഏക മാർഗമാണ് ഇത്തരത്തിലുള്ള ആത്മീയ സദസ്സ്. അമേരിക്കയിലെ മനഃശാസ്ത്രജ്ഞന്മാരുടെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വില്യം ഗെയിംസ് തോമസ് ഡാവിഡ് എന്ന സാഹിത്യകാരന് ഈ അടുത്ത കാലത്ത് ഒരു ലെറ്റർ എഴുതുകയുണ്ടായി. ആ ലെറ്ററിനകത്ത് അദ്ദേഹം പറയുന്നത്, മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്
വിവിധങ്ങളായ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായി അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സമ്പൽ സമൃദ്ധി ഉണ്ടായതുകൊണ്ട് ഒരാൾക്ക് ഇവിടെ ജീവിതകാലം സമാധാനത്തോടെ ജീവിക്കാൻ സാധ്യമല്ല. ഞാനൊരു ഭൗതിക പ്രഭാഷണത്തിന് ആഗ്രഹിക്കുന്നില്ല. ഈ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരൊറ്റ ആയത്തിൻ്റെയും ഒരു ഹദീസിൻ്റെയും അർത്ഥം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലോകം മൊത്തം ഒരു പ്രതിസന്ധിയും ഒരു കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ആത്മീയ സദസ്സിൽ, ഈ മജ്‌ലിസുൻ നൂറിന്റെ മഹാസംഗമത്തിലേക്ക് ആത്മീയത തേടി, സമാധാനം തേടി, പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി പ്രാർത്ഥിക്കാൻ വന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, ഈ സദസ്സിൽ ആരാണ് പൂർണ്ണമായ സമാധാനത്തോടെ ജീവിക്കുന്നവർ? ഈ സദസ്സിലിരിക്കുന്ന പലർക്കും പല പ്രയാസങ്ങളുമുണ്ട്. കുടുംബകാര്യത്തിൽ പ്രയാസങ്ങളുണ്ട്, മക്കളുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷമം അനുഭവിക്കുന്നവരുണ്ട്, ബിസിനസ്സുകാരവരുടെ ബിസിനസ്സിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, കുടുംബ ബന്ധങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ഭാര്യമാരെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. വിവിധ രൂപത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളിലും അകപ്പെട്ടുകൊണ്ട് മനുഷ്യൻ സമാധാനം നഷ്ടപ്പെട്ട ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളൊക്കെ സ്വയം ഒരു ആത്മപരിശോധന നടത്തി നോക്കൂ. പൂർണ്ണമായ സമാധാനത്തോടെ, പരിപൂർണമായ സംതൃപ്തിയോടെ ഈ സദസ്സിൽ ആരാണ് ഇരിക്കുന്നത്? നിങ്ങൾ ഓരോരുത്തരും വിവിധങ്ങളായ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുകെ കടന്നുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരുടെയും മനസാക്ഷിയോട് ചോദിച്ചാൽ സ്വയം പലർക്കും പ്രശ്നങ്ങളുമുണ്ട്, പ്രയാസങ്ങളുമുണ്ട്, പ്രതിസന്ധികളുണ്ട്. എല്ലാ പ്രയാസങ്ങൾക്കും, എല്ലാ പ്രതിസന്ധികൾക്കും, എല്ലാ പരിഹാരങ്ങൾക്കും പരിഹാരമാർഗം എന്താണുള്ളത്? ഇത്തരത്തിലുള്ള ആത്മീയ സദസ്സാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അമേരിക്കയിലെ മനഃശാസ്ത്രജ്ഞന്മാരുടെ തലവൻ മറ്റൊരു സാഹിത്യകാരനെ അറിയിക്കുകയാണ്, ഒരുപാട് സമ്പൽ സമൃദ്ധിയുള്ളത് കൊണ്ട് സമ്പത്തിന്റെ മറവിൽ ഒരാൾക്ക് ഈ ലോകത്ത് സമാധാനത്തോടെ ജീവിക്കാൻ സാധ്യമല്ല. ഉയർന്ന ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഒരാൾക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ സാധ്യമല്ല. നാട്ടിലെ ഭരണാധികാരിയായതുകൊണ്ട് ഒരാൾക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ സാധ്യമല്ല. വലിയ സമ്പന്നനായതുകൊണ്ടോ, നാട്ടിലെ പ്രഭുവായതുകൊണ്ടോ, വലിയ ബിസിനസ്സുകാരനായതുകൊണ്ടോ, രാഷ്ട്രീയ നേതാവായതുകൊണ്ടോ, സമ്പൽ സമൃദ്ധി കൂടുതലുള്ളത് കൊണ്ടൊന്നും ഒരു മനുഷ്യ മനസ്സിന് ഈ ലോകത്തുള്ള ജീവിതത്തിൽ ശാന്തിയും സമാധാനവും കണ്ടെത്താൻ സാധ്യമല്ല. ദൈവസ്മരണയിലൂടെ മാത്രമേ മനുഷ്യ മനസ്സിന് സമാധാനം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് അമേരിക്കയിലെ മനഃശാസ്ത്രജ്ഞൻ പുതിയ ലോകത്തോട് മറ്റൊരു സാഹിത്യകാരനെ വിളിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ, ഈ സദസ്സിലിരിക്കുന്ന സഹോദരങ്ങളെ, ഞാൻ ഉൾക്കൊള്ളുന്ന, നിങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ പരിശുദ്ധമായ ഗ്രന്ഥമാകുന്ന അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് വിളിച്ചു പറയുന്നു, അലാ ബിദിക്രില്ലാഹി തുത്മഇന്നുൽ ഖുലൂബ്. അലാ മനുഷ്യ മക്കളെ, ജനസഞ്ചയമേ നിങ്ങൾ അറിയുക, ബിദിക്രില്ലാഹ്, ദൈവസ്മരണയിലൂടെ മാത്രമാണ് തുത്മഇന്നുൽ ഖുലൂബ്, നിങ്ങളുടെ മനസ്സിന് ശാന്തി ഉണ്ടാകുന്നത്, നിങ്ങളുടെ മനസ്സിന് സമാധാനം ഉണ്ടാകുന്നത്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസ്മരണ കൊണ്ടേ മനുഷ്യ മനസ്സിന് ശാന്തിയും സമാധാനവും കണ്ടെത്താൻ കഴിയൂ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ എന്നോ നമ്മോട് പറയുമ്പോൾ, ഈ പുതിയ ലോകം അത്തരത്തിലുള്ള ദൈവസ്മരണ കൊണ്ടേ മനുഷ്യ മനസ്സിന് സമാധാനം ഉണ്ടാവൂ എന്ന് വിളിച്ചു പറയുമ്പോൾ നാം ഒരു നിമിഷം ആലോചിക്കേണ്ടത് എന്താണ് സഹോദരങ്ങളെ? ദൈവസ്മരണ. അത് തന്നെയാണ് നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരം, അത് തന്നെയാണ് നമ്മൾ നിർവഹിക്കുന്ന ഹജ്ജ്, അത് തന്നെയാണ് നാം നിർവഹിക്കുന്ന ദാനധർമാദി കർമ്മങ്ങൾ. അതിനേക്കാൾ ഉപരി ഇത്തരത്തിലുള്ള ആത്മീയ സദസ്സുകൾ, ഇത്തരത്തിലുള്ള ആത്മീയ സദസ്സുകളിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥനകളും, ഇത്തരത്തിലുള്ള ആത്മീയ സദസ്സുകളിൽ പങ്കെടുത്തുകൊണ്ട് മഹാന്മാരെ മുൻനിർത്തിയുള്ള പ്രാർത്ഥനയും, അതുകൊണ്ട് മാത്രമാണ് മനുഷ്യ മനസ്സിന് ഇവിടെ ശാന്തിയും സമാധാനവും നേടാൻ കഴിയുന്നത്. അപ്പം നമ്മളുടെയൊക്കെ ഈ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മറക്കി വെക്കാനുള്ള ഒരു സദസ്സാണ് ഈ ആത്മീയ സദസ്സ്. അതുകൊണ്ടാണ് നമുക്ക് സമാധാനമുണ്ടാകുന്നത് എന്ന് നാം ആദ്യം മനസ്സിലാക്കുന്നതോടൊപ്പം ഒരു നിമിഷം നമ്മൾ ആലോചിക്കേണ്ടത്, ഇത്തരത്തിലുള്ള വലിയ നേട്ടവും ശാന്തിയും സമാധാനവും നമ്മുടെ കാര്യലാഭങ്ങൾക്ക്, നമ്മുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി മഹാന്മാരെ മുൻനിർത്തിയുള്ള പ്രാർത്ഥനയും നമ്മൾ നടത്തുന്നതോടൊപ്പം ആത്മീയമായി ഈ പുതിയ ലോകത്ത് വഴിതെറ്റിപ്പോകുന്ന സമൂഹത്തെ നേരിന്റെ മാർഗത്തിലേക്ക്, സത്യത്തിന്റെ സൽസരണിയിലേക്ക് വഴിതെളിച്ചു കൊണ്ടുവരാനുള്ള ഒരു സദസ്സുകൂടെയായി നാം ഈ മജ്‌ലിസുൻ നൂറിനെ മനസ്സിലാക്കണം. മനുഷ്യരെന്ന് പറയുന്ന നമ്മൾ
ഇന്ന് ഭൗതികതയുടെ ഉരുൾപൊട്ടലുകൾക്ക് മുമ്പിൽ കീഴ്പ്പെട്ടുകൊണ്ട് ഈ ഭൗതിക ആഡംബരങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ് നമ്മളെല്ലാവരും. അതിനേക്കാളുപരി ബഹുമാന്യനായ സയ്യിദ് അവറുകൾ നേരത്തെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യനവന്റെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ആ സൽക്കർമ്മങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുമ്പോൾ ആ കർമ്മഫലമായി അള്ളാഹു അവന്റെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ടവന് പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മോചനം നേടാൻ കഴിയുമെന്ന് ബഹുമാന്യനായ സയ്യിദ് അവറുകൾ ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് ഈ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അതുപോലെ ബഹുമാന്യനായ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ അഭിവന്യനായ ജില്ലാ സെക്രട്ടറി മഹാന്മാരായ ബദരീങ്ങളെ മുൻനിർത്തി നമ്മൾ പ്രാർത്ഥന നടത്തുമ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളും മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ആ ബദരീങ്ങളെ മുൻനിർത്തിയുള്ള ഒരു ആത്മീയ സംഗമം ഇവിടെ നടക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം സമാധാനം നേടുന്നതിനേക്കാൾ ഉപരി ഈ പുതിയ ലോകത്ത് വഴിതെറ്റിപ്പോകുന്ന മനുഷ്യ സമൂഹത്തിന് നേരിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വൈജ്ഞാനിക വേദി കൂടിയായി ഈ സദസ്സിനെ നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ വരെ മജ്ലിസുന്നൂർ നടക്കുമ്പോഴും ആ മജ്ലിസുന്നൂറിൽ ഒത്തുകൂടി ബഹുഭൂരിഭാഗം സദസ്സുകളിലും കേവലം മജ്ലിസുന്നൂറും ബദരീങ്ങളെ പറയലും മാത്രമല്ല, ആ മജ്ലിസുന്നൂറിന്റെ മുന്നോടിയായി പലയിടങ്ങളിലും അരമണിക്കൂറും 1 മണിക്കൂറും ഉത്ബോധന പ്രഭാഷണം നടക്കുന്നുണ്ട്. ആ ഉത്ബോധന പ്രഭാഷണങ്ങളിൽ നിന്ന് മതപരമായ ബോധത്തോടുകൂടെ മനുഷ്യനെ നേരിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള മഹത്തായ ഒരു വലിയ ദൗത്യവും കൂടെ ഈ മജ്ലിസുന്നൂറിന്റെ പിറകെ ഈ മനുഷ്യ മനസ്സിനെ, ഈ സമൂഹത്തിന്റെ മനസ്സാക്ഷിയെ ആത്മീയതയിലേക്ക് വലിച്ചു കൊണ്ടുവരാനുള്ള വലിയ ഒരു സന്ദേശവും കൂടെ ഈ മജ്ലിസുന്നൂറിന്റെ പിറകെ നടക്കുന്നുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് തന്നെയാണ്, മനുഷ്യരാകുന്ന നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിലും രാജാതിരാജനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തി പ്രശാന്ത സുന്ദരവും പ്രവിശാലവുമായ പ്രപഞ്ചത്തിൽ നിരവധി ജന്തു ജീവജാലങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന സർവഗുണ സമ്പൂർണനും സർവാധിപതിയും സർവേശ്വരനും സർവശക്തനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും എല്ലാത്തിനെയും സംരക്ഷിക്കുന്നുണ്ടെങ്കിലും ഈ ആത്മീയ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം നമ്മൾ ആലോചിക്കുക, അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ ഏറ്റവും വലിയ അനുഗ്രഹീത ജീവികളാണ് നമ്മൾ. അനുഗ്രഹീത ജീവിയാകുന്ന നമ്മൾ, മനുഷ്യരാകുന്ന നമുക്ക് നേരിലേക്ക് പോവാനുള്ളതാണ് ഇത്തരത്തിലുള്ള ആത്മീയ സദസ്സ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുമ്പോൾ അതിനൊരു ഉദാഹരണമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ മനുഷ്യനെ പോലെ അള്ളാഹു തന്ന സകലമാന നിഅമത്തുകളും അനുഗ്രഹങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ജീവി മനുഷ്യനല്ലാതെ ഈ ലോകത്ത് വേറെയില്ല. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യരാകുന്ന നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 2 അവസ്ഥ നൽകിയിരിക്കുന്നു. അത് ഈ ലോകത്ത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. നന്നായാൽ നാം വളരെ നല്ലവരാവും, നാം മതബോധമുള്ളവരായാൽ, നാം അല്ലാഹുവെ കുറിച്ച് ചിന്തയുള്ളവരായാൽ, നാം ഇത്തരത്തിലുള്ള ആത്മീയ സദസ്സുകൾ പങ്കെടുക്കുന്നവരായാൽ, നാം ഇത്തരത്തിലുള്ള ആത്മീയ സദസ്സിലുള്ള ഉത്ബോധനങ്ങൾ കേട്ടത് പ്രവർത്തിക്കുന്നവരായാൽ നാം വളരെ നല്ലവരാവും. അതേ സ്ഥാനത്ത് ഇത്തരത്തിലുള്ള ആത്മീയ സദസ്സുകളൊക്കെ ബഹിഷ്കരിച്ചുകൊണ്ട് മതബോധമില്ലാതെ ധർമ്മബോധമില്ലാതെ നാം ഭൗതികതയിൽ മാത്രം അകപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ ഈ ലോകത്ത് ഏറ്റവും താഴ്ന്നവരും മോശക്കാരുമായി നമ്മൾ മാറും. ഈ 2 അവസ്ഥ അള്ളാഹു മനുഷ്യരാകുന്ന നമുക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. എൻ്റെ സംഘാടകർ നേരത്തെ സ്ത്രീകൾക്ക് വേണ്ട വാത് പറയണമെന്നുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ പോയിന്റ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നന്നായാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ വളരെ നല്ലവരാവും. മോശക്കാരായാൽ നമ്മൾ വളരെ മോശമാവും. അള്ളാഹു നമ്മളെ ഇത്തരത്തിലുള്ള സദസ്സ് കൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഈ 2 അവസ്ഥ നമുക്ക് മാത്രമേ ഉള്ളൂ, ഇത് വേറെ ആർക്കില്ല. മലക്കുകൾ എന്ന് പറയുന്ന വിഭാഗം ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ. അല്ലാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന അല്ലാഹുവിൻ്റെ മാലാഖമാർ, അവർ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ചെയ്യാത്ത മാലാഖമാർ, അവരെന്നും മലക്കുകളാണ്. അവർക്കിനി അതിനേക്കാൾ, അതിൻ്റെ മുകളിൽ അതിനേക്കാൾ ഉയരാനുള്ള മറ്റൊരു സ്റ്റേജില്ല. അവരെന്നും മാലാഖമാരാണ്, എന്നും മലക്കുകളാണ്, അവർക്ക് മറ്റൊരു സ്റ്റേജില്ല. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ നന്നായാൽ വളരെ നല്ലവരാണ്. അതിനാണ് ഈ സദസ്സ്. നാം മോശമായാൽ നാം വളരെ മോശക്കാരുമാണ്. മലക്കുകൾ എന്നും മലക്കുകളാണ്, മൃഗങ്ങളോ എന്നും മൃഗമാണ്. ഉദാഹരണം, ഒരു മൃഗം എത്ര പഠിച്ചാലും അത് വളർന്നാലും അത് മൃഗം തന്നെയാണ്. ഉദാഹരണം, പോലീസ് നായ്ക്കൾ നിങ്ങൾ കാണാറില്ലേ? മനുഷ്യൻ അന്വേഷിച്ച് പരിഹാരം കാണാത്ത കേസുകൾക്ക് പരിഹാരം കാണാൻ, കള്ളനെ കണ്ടെത്താൻ സുശക്തമായ പഠനത്തിലൂടെ, വിദഗ്ധമായ നിയന്ത്രണത്തിലൂടെ ഇത്രയൊക്കെ പഠിച്ചെടുത്ത് വലിയ സേവനം ഒരു പോലീസ് നായ ചെയ്തുകൊണ്ടിരുന്നാലും അതിനെ കാണുമ്പോൾ എന്തെന്നെ പറയാ? നായ എന്നല്ലേ പറയാ?
അപ്പം മൃഗം അതെത്ര പഠിച്ചാലും വളർന്നാലും മൃഗമാണ്. മനുഷ്യരാകുന്ന നമ്മൾ അങ്ങനെയല്ല. ഇത്തരത്തിലുള്ള ആത്മീയ സദസ്സുകൾ ഉപയോഗപ്പെടുത്തി നമ്മൾ നല്ലവരായാൽ വളരെ നന്നാവും, മോശക്കാരായാലോ വളരെ മോശമാവും. ഉദാഹരണം, എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട്. സിയാറത്തിന് പോയാൽ അവിടെ മീകായിൽ അലൈഹിസ്സലാമിന്റെ നാമധേയത്തിൽ മസ്ജിദ് ഉണ്ട്. കേരളത്തിൽ എവിടെയെങ്കിലും അല്ലാഹുവിന്റെ മാലാകമാരിൽ ഒരു മലക്കിന്റെ പേരിൽ നമ്മൾക്ക് പള്ളികൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തുണ്ട്. ഏർവാടിയിലേക്കും മറ്റൊക്കെ സിയാറത്തിന് പോകുമ്പോൾ മീകായിൽ പള്ളി. എന്തേ തമിഴ്നാട്ടിൽ അല്ലാഹുവിന്റെ മാലാകമാരിൽ പ്രമുഖനായ ഒരു മലക്കിന്റെ പേരിൽ മസ്ജിദ് നിർമ്മിക്കപ്പെടാൻ കാരണം? ഈ സദസ്സിലുള്ള ഉമ്മഭെങ്ങന്മാര് മനസ്സിലാക്കാൻ പറയുകയാണ്, ആ പള്ളിക്കൊരു മലക്കിന്റെ പേര് വരാൻ കാരണം ലാഹിൽ മുഅയ്യറഹ മികാല മസ്ജിദഹു വഹൗലഹു ഫുഖഹാ സദഖത്തുല്ലാഹി തബാ ഖിതാബൻ വഇൻദൽ ഇഫ്തിറാഖി ബഗാ ആ മസ്ജിദിന് മീകായിൽ അലൈഹിസ്സലാമിന്റെ പേര് വീഴാൻ കാരണം ആ പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അഭിവന്യനായ മുദർരിസ് മഹാനായ സദഖത്തുല്ലാഹിൽ കാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു, ആ മഹാനുഭാവൻ മസ്ജിദിനകത്തിരുന്നുകൊണ്ട് തന്റെ മുന്നിലിരിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് കർമ്മശാസ്ത്ര ഗ്രന്ഥം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഫിഖ്ഹിന്റെ ഗ്രന്ഥം ഓതിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ദർസിനിടയിലേക്ക് മുദർരിസിനിടയിലേക്ക് മുതഅല്ലിമീങ്ങൾക്കിടയിലേക്ക് ഒരു തൂവെള്ള വസ്ത്രധാരി കടന്നു വന്നു. വന്നിട്ട് ഒരുപാട് നേരം സ്വകാര്യ സംഭാഷണങ്ങൾ ഉസ്താദുമായി കടന്നു വന്ന തൂവെള്ള വസ്ത്രധാരി നടത്തി. ഒരുപാട് സ്വകാര്യ സംഭാഷണങ്ങൾ നടത്തിയ ശേഷം കടന്നു വന്ന തൂവെള്ള വസ്ത്രധാരി തിരിച്ചു പോകുമ്പോൾ ഉസ്താദാകുന്ന സദഖത്തുല്ലാഹിൽ കാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹാനുഭാവനോട് ചോദിച്ചു, ഉസ്താദേ, ഞാൻ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ്, ഞാൻ വിട പറയുന്നതിന് മുമ്പ് എന്നെ കൊണ്ട് കഴിയുന്ന വല്ല സഹായവും നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ വല്ലതും നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ടോ? ഉടനെ ആ വന്ന തൂവെള്ള വസ്ത്രധാരിയോട് അഭിവന്ദനായ മുദർരിസ് സദഖത്തുല്ലാഹിൽ കാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹാനുഭാവൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദരാ, ഞങ്ങൾ ശക്തമായ പ്രയാസത്തിലാണ്, പ്രതിസന്ധിയിലാണ്. കുടിക്കാനൊരിറ്റ് ദാഹജലമില്ലാതെ വരൾച്ച ബാധിച്ച് ഞങ്ങളുടെ ജന്തുക്കളൊക്കെ ചത്തുപോവാൻ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ കൃഷിയൊക്കെ നശിച്ചു പോവാൻ തുടങ്ങിയിരിക്കുന്നു. ദാഹിക്കുന്ന ജലം പോലും കുടിക്കാനില്ലാതെ പ്രതിസന്ധിയുടെ ഈ ആപൽഘട്ടത്തിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് കുടിക്കാനൊരു വിട്ട് വെള്ളം ലഭിക്കുന്ന രൂപത്തിൽ ആവശ്യമായ മഴയാണ് ലഭിക്കേണ്ടത്. അതാണ് ഞങ്ങളുടെ മുന്നിലുള്ള പ്രതിസന്ധി. ശക്തമായ പ്രയാസം വെള്ളത്തിന് വേണ്ടി അനുഭവിക്കുമ്പോൾ, ദാഹജലം പോലും മനുഷ്യന് കുടിക്കാനില്ലാതെ ജന്തുക്കളൊക്കെ ചത്തൊടുങ്ങുമ്പോൾ, കൃഷിയൊക്കെ ഉണങ്ങിപ്പോകുമ്പോൾ, ഒരു പ്രതിസന്ധിയുടെ ആപൽഘട്ടത്തിൽ ആ മഹാനുഭാവൻ കടന്നു വന്ന തൂവെള്ള വസ്ത്രധാരിയോട് മഴയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ശക്തമായ മഴ പെയ്യിപ്പിച്ചു തിരിച്ചുപോയി. ശക്തമായ മഴ പെയ്യിപ്പിച്ചു തിരിച്ചുപോയ ശേഷം ബഹുമാനായ സദഖത്തുല്ലാഹിൽ കാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മുന്നിലിരിക്കുന്ന മുതഅല്ലിമീങ്ങളോട് ചോദിച്ചത്ര, മക്കളെ, എന്റെ മുന്നിൽ വന്ന് ഒരുപാട് സ്വകാര്യ സംഭാഷണങ്ങൾ നടത്തി അവസാനം വരൾച്ച ബാധിച്ച് മഴയില്ലാതെ വിഷമിക്കുന്ന ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമുക്ക് വെള്ളം ലഭിക്കുന്ന രൂപത്തിൽ ആവശ്യമായ മഴ തന്നു പോയ വ്യക്തിത്വത്തെ നിങ്ങൾ അറിയുമോ എന്ന് മുതഅല്ലിമീങ്ങളോട് ചോദിച്ചപ്പോൾ മുന്നിലിരിക്കുന്ന മുതഅല്ലിമീങ്ങൾ പറഞ്ഞത്രേ, ഉസ്താദേ, നിങ്ങളടുത്ത് സ്വകാര്യം പറഞ്ഞയാളെ ഞങ്ങൾക്കറിഞ്ഞുകൂടാ, മഴ പെയ്യിപ്പിച്ചു പോയ വ്യക്തിത്വത്തെ ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഉടനെ സദഖത്തുല്ലാഹിൽ കാഹിരി പറഞ്ഞു, മക്കളെ, അതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മിന്ന് കാറ്റ് മഴ മുതലായവ കൊണ്ട് ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട മലക്ക് മീകായിൽ അലൈഹിസ്സലാം. ആ മലക്കാണ് മക്കളെ ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമുക്ക് ആവശ്യമായ മഴ വന്നു പോയത് എന്ന് സദഖത്തുല്ലാഹിൽ കാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി മുന്നിലിരിക്കുന്ന മുതഅല്ലിമീങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ, ഈ മജ്ലിസുൻ നൂറിന്റെ ആത്മീയ വേദിയിൽ സംഗമിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, മനുഷ്യരാകുന്ന നമ്മൾ ആത്മീയതയുടെ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, നാം അല്ലാഹുവെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ, നാം കർമ്മങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോൾ, നാം ഭൗതിക താല്പര്യങ്ങളെ മറന്നുകൊണ്ട് സൃഷ്ടാവായ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി കർമ്മങ്ങളിലൂടെ ജീവിതം നയിക്കും
നിൽക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ അല്ലാഹു മാലാഖമാരെ വരെ എത്തിക്കുന്ന രൂപത്തിലേക്ക് മനുഷ്യന് വളരാൻ സാധിച്ചെങ്കിൽ, ഈ ഒരവസ്ഥയിലേക്ക് മനുഷ്യന് വളരാൻ സാധിച്ചെങ്കിൽ അത്തരത്തിലുള്ള വളർച്ചയാണ്, അത്തരത്തിലുള്ള ആത്മീയ നേട്ടമാണ് ഈ സദസ്സിലൂടെയുള്ള ഉത്ബോധനത്തിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. അതേ സ്ഥാനത്ത് മതബോധമില്ലാതെ ഈ പരിസരത്ത് ഈ മഹത്തായ സ്ഥാപനത്തിന്റെ അങ്കണത്തിൽ ഒരു ആത്മീയ സംഗമം നടക്കുമ്പോൾ, ഈ മഹത്തായ സ്ഥാപനത്തിന്റെ അങ്കണത്തിൽ ഒരു ഉത്ബോധന പ്രഭാഷണം നടത്തുമ്പോൾ, ഈ സദസ്സിൽ മഹാന്മാരായ സയ്യിദന്മാർ പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കുമ്പോൾ അത് കേൾക്കാതെ, അതിൽ പങ്കെടുക്കാതെ, മതബോധമില്ലാതെ, ദീനില്ലാതെ, ഭൗതികതയിൽ മാത്രം അകപ്പെട്ടുകൊണ്ട് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ കഴിയുന്ന സഹോദരങ്ങളോ, അവർക്ക് മതബോധമില്ല, ദീനില്ല, മജ്ലിസുന്നൂറില്ല, ആത്മീയ സദസ്സുകളിൽ പങ്കെടുക്കുന്നില്ല, സൃഷ്ടാവായ റബ്ബിനുള്ള ആരാധന കർമ്മങ്ങൾ അവർ നിർവഹിക്കുന്നില്ല. എല്ലാം കാണാൻ വീടിനകത്ത് സൗകര്യമുണ്ട്, എല്ലാം കേൾക്കാൻ വീടിനകത്ത് സൗകര്യമുണ്ട്. മനുഷ്യനെന്ന് കാണുന്നിടത്ത് ഹറാമുകളോ ഹലാലുകളോ വ്യത്യാസമില്ല. മനുഷ്യനെന്ന് കേൾക്കുന്നിടത്ത് ഹറാമാണോ, ഇത് കേൾക്കാൻ പറ്റുന്നതാണോ, ഇതെന്റെ ദീൻ കേൾക്കൽ നിഷിദ്ധമാക്കിയതാണോ, ഇതെനിക്ക് കാണാൻ അനുവദനീയമായതാണോ, ഇതെന്റെ ദീനോട് കാണരുതെന്ന് പറഞ്ഞതാണോ, ഇതെന്റെ ദീനോട് മനസ്സിലാക്കാൻ എന്റെ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ പറഞ്ഞതാണോ, ഇതെന്റെ ദീനന്റെ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളരുതെന്ന് പറഞ്ഞതാണോ? അങ്ങനെ ജീവിതത്തിൽ യാതൊരു മതബോധവുമില്ലാതെ കാണുന്നിടത്തും കേണുന്നിടത്തും കേൾക്കുന്നിടത്തും മനുഷ്യന് ഹറാമുകളെ കുറിച്ച് ചിന്തിക്കാതെ, ഹലാലിനെ കുറിച്ച് ബോധമില്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, അല്ലാഹു തന്നെ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മജ്ലിസുൻ നൂറിന്റെ സദസ്സിൽ വഅദ് പറയണമെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾ ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന ഉമ്മ പെങ്ങന്മാരെ, ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കുക. രാവിലെ എണീറ്റാൽ നിങ്ങൾ സുബഹി നമസ്കരിക്കുന്നില്ല, നിങ്ങൾ കഴിക്കുന്നിടത്ത് ഹറാമാണോ ഹലാലാണോ എന്ന ചിന്തയില്ല. വീടിനകത്ത്, നിങ്ങളുടെ വീടിനകത്ത് തന്നെ എല്ലാം കാണാനുള്ള ഭൗതിക സംവിധാനങ്ങളുണ്ട്. ആ സാധനം തുറന്നു വെക്കുമ്പോൾ അതിനകത്ത് എന്റെ കണ്ണുകൊണ്ട് കാണൽ അനുവദനീയമായതാണോ ഞാൻ കാണുന്നത്, എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണൽ അനുവദനീയമല്ലാത്ത അല്ലാഹു നിഷിദ്ധമാക്കിയതാണോ ഞാൻ കാണുന്നത് എന്ന മതബോധമില്ലാതെ രാവിലെ നേരം പുലർന്നാൽ പാതിരാവിൽ ഉറങ്ങുന്നത് വരെ കാണാവുന്നതും കാണാൻ പറ്റാത്തതും കാണുകയും, കേൾക്കാവുന്നതും കേൾക്കാൻ പറ്റാത്തതും കേൾക്കുകയും, മനസ്സിലാക്കാൻ പറ്റുന്നതും പരിശുദ്ധ ദീൻ അനുവദിക്കാത്തത് മുഴുവനും മനസ്സിലാക്കുകയും, അല്ലാഹു നിങ്ങൾക്ക് തലോടി നൈർമല്യം ആസ്വദിക്കാൻ തന്ന കൈകളെ കൊണ്ട് അനുവദനീയമല്ലാത്തത് ആസ്വദിക്കുകയും, അല്ലാഹു നിങ്ങൾക്ക് നടന്നു പോകാൻ തന്ന പാദങ്ങൾ അനുവദനീയമല്ലാത്ത രൂപത്തിലേക്ക് അതുകൊണ്ട് നടന്നു പോവുകയും, അങ്ങനെ കണ്ണുകൾക്കും കാതുകൾക്കും ബുദ്ധിക്കും കരങ്ങൾക്കും കൈകൾക്കും കാലുകൾക്കും നിയന്ത്രണമില്ലാതെ എല്ലാം കണ്ടുകൊണ്ടും എല്ലാം കേട്ടുകൊണ്ടും എല്ലാം ചെയ്തുകൊണ്ടും ജീവിക്കുന്ന ഒരു മനുഷ്യനും ഈ രാജ്യത്തുള്ള ഈ നാട്ടിലുള്ള ഒരു മൃഗവും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഒരു മൃഗം രാവിലെ എണീറ്റാൽ അത് ഒന്നും ചെയ്യുന്നില്ല, സുബഹി നമസ്കരിക്കുന്നില്ല. പുറത്തു പോകുന്ന മൃഗത്തിന് കാണുന്നതിൽ ഹറാമോ ഹലാലോ ഇല്ല, കേൾക്കുന്നതിൽ ഹറാമോ ഹലാലോ ഇല്ല, കഴിക്കുന്നതിൽ ഹറാമോ ഹലാലോ ഇല്ല. വൈകുന്നേരം വരെ കിട്ടാവുന്നത് കഴിക്കുകയും വൈകുന്നേര സമയമാകുമ്പോൾ തഴുത്തിനകത്ത് കടന്നുകൊണ്ട് കഴിച്ചത് മുഴുവൻ അയവിറക്കുകയും രാവിലെ പ്രഭാതം പൊട്ടിവിടർന്നാൽ വീണ്ടും വഴിയിലോട്ട് പോവുകയും അതിന് ബോധമില്ല. ഇങ്ങനെ ഒരു മൃഗം ജീവിക്കുമ്പോൾ ഈ ആത്മീയ സദസ്സിലേക്ക് വരാതെ, മതബോധമില്ലാതെ, നമസ്കാരമില്ലാതെ, കണ്ണുകൾക്ക് നിയന്ത്രണമില്ലാതെ, അല്ലാഹു തന്ന കാതിന് നിയന്ത്രണമില്ലാതെ, അല്ലാഹു തന്ന ബുദ്ധിക്ക് നിയന്ത്രണമില്ലാതെ, ചുരുക്കി പറഞ്ഞാൽ കാണുന്നതും കേൾക്കുന്നതും പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതിലും ഹറാമും ഹലാലും വ്യത്യാസമില്ലാതെ എല്ലാം കാണുകയും എല്ലാം കേൾക്കുകയും എല്ലാം ചെയ്യുകയും എല്ലാം ഭുജിക്കുകയും എല്ലാം കഴിക്കുകയും ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹം അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഉലൈക കൽ അൻആം. അങ്ങനെയുള്ള സമൂഹം മൃഗങ്ങളെ പോലെയാണ്. തോന്നിയതുപോലെ
ബോധമില്ലാതെ ജീവിക്കുന്ന, ഹറാമും ഹലാലും ചിന്തിക്കാതെ ജീവിക്കുന്ന ഒരു സമൂഹം അള്ളാഹു കണ്ണുകൊടുത്തു, അതുകൊണ്ട് അവർ സത്യത്തെ കാണുന്നില്ല. അള്ളാഹു ബുദ്ധി കൊടുത്തു, അതുകൊണ്ട് അവർ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നില്ല. അള്ളാഹു ചെവിടുന്നു, അതുകൊണ്ട് അവർ യാഥാർത്ഥ്യത്തെ കേൾക്കുന്നില്ല. അള്ളാഹു തലോടി നൈർമല്യം ആസ്വദിക്കാനുള്ള കരങ്ങളെ തന്നു, അതുകൊണ്ട് അവർ നല്ലതിനെ പുൽകുന്നില്ല. എല്ലാം ചെയ്യുകയും എല്ലാം പ്രവർത്തിക്കുകയും എല്ലാം കാണുകയും എല്ലാം കേൾക്കുകയും ചെയ്ത് ഹറാമും ഹലാലും വ്യത്യാസമില്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹം. ഉലൈക കൽ അൻആം, അവർ മൃഗതുല്യരാണ്, അവർ മൃഗങ്ങളെ പോലെയാണ് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞാൽ, ഈ സദസ്സിലിരിക്കുന്ന സഹോദര സഹോദരിമാരെ, അതിൽ ഈ രാജ്യത്തുള്ള മൃഗങ്ങൾക്ക് പ്രയാസമുണ്ട്, രാജ്യത്തുള്ള മൃഗങ്ങൾക്ക് അതിൽ പ്രതിഷേധമുണ്ട്. മൃഗങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിൽ ചെന്ന് സൃഷ്ടാവായ തമ്പുരാനോട് ചോദിക്കും, അല്ലാഹുവേ, നീ നിന്റെ ഖുർആനിൽ മോശക്കാരനായ ഒരു മനുഷ്യൻ ഹറാമും ഹലാലും വ്യത്യാസമില്ലാതെ തിന്നുകയും കുടിക്കുകയും ധരിക്കുകയും ഉണ്ണുകയും ചെയ്യുകയും ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ, അല്ലാഹുവേ, മൃഗമാകുന്ന ഞങ്ങളെപ്പോലെയാണെന്ന് നീ നിന്റെ ഖുർആനിൽ പറഞ്ഞാൽ ഞങ്ങൾക്കതിൽ പ്രതിഷേധമുണ്ട്. എന്താ പ്രതിഷേധം? മൃഗങ്ങൾ അല്ലാഹുവോട് ചോദിക്കും, പടച്ചവനെ, മോശക്കാരനായ മനുഷ്യനും ഞാനും ഒരുപോലെയാണ് നീ പറഞ്ഞതിൽ പ്രതിഷേധമുണ്ട്. എന്താ പ്രതിഷേധം? മൃഗം പറയും, അല്ലാഹുവേ, മൃഗങ്ങളാകുന്ന ഞങ്ങൾ എങ്ങനെ ജീവിച്ചാലും ഞങ്ങളുടെ ജീവിതത്തിൽ പറ്റാവുന്ന സകലമാന ഉപയോഗങ്ങളും മനുഷ്യൻ ഞങ്ങളെ കൊണ്ട് നടത്തും. അല്ലേ? പാല് കിട്ടുന്ന ജീവിയാണെങ്കിൽ അതിനുപയോഗിക്കും, കാളയാണെങ്കിൽ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ ഉപയോഗവും ഞങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യൻ നടത്തും. ഞങ്ങളുടെ ചാണകം വരെ അവർ വളമായി ഉപയോഗിക്കും. അവസാനം ഞങ്ങളെ വേണ്ട എന്ന് മനുഷ്യനൊരു നിമിഷം തോന്നിപ്പോയാൽ, അവസാനം ജീവിതത്തിൽ പറ്റാവുന്ന ഉപയോഗങ്ങളൊക്കെ ഞങ്ങളെ കൊണ്ട് നടത്തിയ ശേഷം വേണ്ട എന്ന് ഞങ്ങളെക്കുറിച്ച് അവർക്ക് ബോധം വരുമ്പോൾ ഞങ്ങളെ പിടിച്ചറുത്ത് ഞങ്ങളുടെ മാംസവും മനുഷ്യൻ കഴിക്കും. ശരിയല്ലേ? എന്നാൽ അല്ലാഹുവേ, ഈ മോശക്കാരനായ മനുഷ്യനെ അവസാനം വല്ലതിനും ഉപകരിക്കുമോ? ന്യായമല്ലേ അത്? മനുഷ്യൻ മോശമായാൽ മരിച്ച മറ്റുള്ളവർക്ക് കൊണ്ടുപോയി മറവിയാനുള്ള ബാധ്യതയില്ലേ? മൃഗത്തിനെ പറ്റാവുന്ന ഉപയോഗമൊക്കെ നടത്തി വേണ്ട തോന്നിയ അവസാനം എന്താക്കാം? ഇറച്ചിയും കഴിക്കാലോ. ഇങ്ങനെ ഒരു അവകാശവാദം ഈ രാജ്യത്തുള്ള മൃഗങ്ങൾ ഉന്നയിക്കുമോ എന്നതുകൊണ്ട് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉലൈക കൽ അൻആം, മോശക്കാരനായ മനുഷ്യൻ മൃഗത്തിന് സമാനമാണെന്ന് പറഞ്ഞവസാനിപ്പിക്കാതെ ഇത്തരത്തിൽ മൃഗങ്ങളുടെ അവകാശവാദം ഉന്നയിക്കുമോ എന്നതുകൊണ്ട് അല്ലാഹു ഖുർആനിൽ തൊട്ടുപിറകെ പറയുകയാണ്, ബൽ ഹും അളല്ല, മൃഗസമൂഹങ്ങളെ നിങ്ങൾ വേദനിക്കരുത്. മനുഷ്യൻ മോശക്കാരായാൽ നിങ്ങളെപ്പോലെയാണെന്ന് മാത്രമല്ല, ബൽ ഹും അളല്ല, മനുഷ്യൻ നിങ്ങളെക്കാൾ താഴ്ന്നവനാണ്. മനുഷ്യൻ മോശക്കാരായാൽ മൃഗങ്ങളെ നിങ്ങളെക്കാൾ താഴ്ന്നവരാണ്. ഞാൻ സൂചിപ്പിച്ചതിൻ്റെ സഹോദരങ്ങളെ, നല്ലവരായാൽ നമ്മൾ വളരെ നല്ലവരാവും. അതിനാണ് ഞാൻ ആദ്യം ഉദാഹരണം പറഞ്ഞത് സദഖത്തുല്ലാഹിൽ കാഹി റഹ്മത്തുല്ലാഹി അലൈഹിയുടെ. മോശക്കാരായാലോ ഈ നാട്ടിലുള്ള മൃഗങ്ങളെക്കാൾ നമ്മൾ അതപ്പതിച്ചവരുമാകും. അതുകൊണ്ട് നല്ല വഴിയിലൂടെ മുന്നോട്ട് പോകാൻ, കർമ്മങ്ങളിൽ മുഴുകി മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവുകയും ആത്മീയ സംഗമങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും മഹാന്മാരായ ബദരീങ്ങളെ മുൻനിർത്തിയുള്ള പ്രാർത്ഥനാ സംഗമങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്ത് ഈ സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് പുണ്യം നേടി നല്ല കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. മാത്രം പറയുന്നതോടൊപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ബാല് പറയാത്തതിൽ നിങ്ങൾ എന്നോട് വെറുപ്പ് വിചാരിക്കരുത്. ഞാൻ എന്താ പറയാൻ വയ്യാത്തതല്ല, എനിക്ക് ശബ്ദമൊക്കെ അടച്ചിട്ടേ ഭയങ്കര പ്രയാസമുണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ ഉള്ളതുകൊണ്ടൊന്ന് പങ്കെടുക്കാൻ വിചാരിച്ച് വന്നാൽ നമ്മുടെ സ്ഥാപനമല്ലേ, ഇനിയൊക്കെ വന്നിട്ട് മജ്ലിസുന്നൂറിന്ന് ഉദ്ഘാടനമാണല്ലോ, മാസാന്തം ഇനി എന്തുണ്ടാവും? മജ്ലിസുന്നുണ്ടാവില്ല തങ്ങളെ? ബഹുമാന്യനായ തങ്ങൾ നേരത്തെ 4 മണിക്ക് മജ്ലിസുന്നൂർ വരില്ലെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളെ ഈ ഏരിയയിൽ നിന്ന് എല്ലാ പ്രവർത്തനങ്ങളും ബഹുമാന്യനായ സയ്യിദ്. അപ്പോൾ മാസാമാസം മജ്ലിസുന്നൂർ ഉണ്ടാവുമല്ലോ. ഓരോ മജ്ലിസുന്നൂറിൽ വന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് നമുക്ക് വാദ പറയാനും ദ്വാ സംഗമങ്ങൾ നടത്താനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ.
നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഈ കുട്ടികളുടെ ചെലവിന് 5 ലക്ഷം രൂപ തരാമെന്നേറ്റ യൂസുഫ് ഹാജിക്കും ഇബ്രാഹിം സാഹിബിനൊക്കെ വേണ്ടി നിങ്ങൾ പ്രത്യേകം ദ്വാരക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീട് ഒരിക്കൽ നമുക്ക് പറയാനും മജ്ലിസ് നൂറിൽ പങ്കെടുത്ത് വാദം പറയാനും ദ്വായിൽ സംബന്ധിക്കാനൊക്കെ അള്ളാഹു എനിക്കും നോക്കും ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇവിടെ ഇതിൻ്റെ ഭാരവാഹികൾ എന്നോടൊരു കാര്യം പറഞ്ഞു. ഞാനത് ഓർക്കുന്നില്ല. ഞാനൊരു 3-4 കൊല്ലം മുമ്പേ ഞങ്ങളെ ഇവിടെ ഒരു റബീഉൽ അവ്വലിന് ആ മദ്രസയിൽ പ്രസംഗിച്ചു. 3 വർഷം മുമ്പാണ്. അന്ന് കുറേ സഹോദരിമാർ നിങ്ങൾ പറയാതെ തന്നെ ഒരുപാട് പൊന്നൊക്കെ ആ സദസ്സിൽ തന്നു. അപ്പോൾ നമ്മൾ മുതൽ ഖത്തീബ് വരി. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളൊക്കെ അല്പം പ്രയാസങ്ങളുള്ളതുകൊണ്ട് ഇതിനു വേണ്ടി വലിയ ഒരു സംഭാവന ആവശ്യമുള്ളതുകൊണ്ട് ഒരു സഹായത്തിനെ പറ്റി ഉസ്താദ് ഒന്ന് പറയണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ നിങ്ങളടുത്തത് പറയാൻ തയ്യാറാണ്. കാരണം ഈ പ്രദേശത്ത് ഈ പരിസരത്ത് എവിടെ ഞാൻ വാതിന് പോയാലും ഇപ്പോഴാണ് അബുവാജി കുറച്ച് കിടപ്പിലായത്. അദ്ദേഹം ഈ പരിസരത്ത് ഞാൻ എവിടെ വാതിന് പോയാലും അബുവാജി ഇങ്ങനെ ഞാൻ പൊന്ന് മേടിക്കുന്നത് ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. ഇവരിങ്ങനെ മനസ്സുകൂട്ടി ഇരുന്ന് ചിരിച്ച് എന്നോട് പറയും ഞാനും പഴയ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന് എൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് പറയാറുണ്ട്. ഏതായാലും ഇപ്പം ഞാനിവിടെ അതിനൊന്നും മുതിരുന്നില്ല. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനിങ്ങനെ ഓടി നടക്കുന്നതിനിടയിൽ എല്ലാ സദസ്സിലും സ്റ്റേജിലും വെച്ച് നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മജ്ലിസുൻ നൂർ നമ്മളിവിടെ തുടങ്ങുകയാണല്ലോ. ബഹുമാന്യനായ തങ്ങൾ എന്നോട് പറഞ്ഞു പരമാവധി ഈ മജ്ലിസുൻ നൂറിൽ നിങ്ങൾ ഇടയ്ക്ക് വന്ന് വാദ് പറഞ്ഞ് ദ്വാരക്കണോ നമ്മോട് ആവശ്യപ്പെട്ട നമ്മൾ ഉൾക്കരള്ള. അപ്പം അതനുസരിച്ച് ഇൻഷാ അല്ലാഹ് ഓരോ മജ്ലിസുൻ നൂറിനും പരമാവധി ഞങ്ങളുടെ കൂടെ വരികയും 1 മണിക്കൂറൊക്കെ വാദ് പറയുകയും ദ്വാരക്കാൻ നേതൃത്വം നൽകുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്കത് ഭംഗിയായി ഈ മജ്ലിസുൻ നൂറിൻ്റെ മാസാന്തം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ എന്ന് പറയുന്നതോടൊപ്പം ഈ സ്ഥാപനത്തിൻ്റെ ഈ ചെലവിലേക്ക് വലിയ ഒരു സംഭാവന നമുക്ക് ആവശ്യമുണ്ട്. അത് ബഹുമാന്യനായ നമ്മളൊക്കെ ആദരിക്കപ്പെടുന്ന നമ്മുടെ എംപിച്ചു കോയത്തങ്ങൾ വളരെ ലാളിത്യത്തോടുകൂടി കേരളീയ സമൂഹത്തിനിടയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ തൃശ്ശൂർ പാലക്കാട് ജില്ലയിൽ എല്ലാ പരിപാടിയിലും യാതൊരു മടിയും കൂടാതെ നടന്നു പോകേണ്ടിടത്ത് നടന്നുപോയി നമുക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ബഹുമാന്യനായ എംപിച്ചു കോയത്തങ്ങൾ. അള്ളാഹു തങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. തങ്ങളുടെ മകൻ ബഹുമാന്യനായ സയ്യിദ് ഇമ്പിച്ചു പോയ തങ്ങളുടെ മകൻ സയ്യിദ് ഉബൈദുള്ള തങ്ങൾ ഈ മഹാസദസ്സിൻ്റെ തുടക്കം മുതൽ അത് തന്നെ ഈ തങ്ങന്മാരുടെ വലിയൊരു ഉപകാരം. ഇമ്പിച്ചു പോയ തങ്ങളും അങ്ങനെ ഒരു സദസ്സിൽ വന്നിരുന്നാൽ എന്ത് തിരക്കുണ്ടെങ്കിലും ബാപ്പി അങ്ങനെ ആ തീരുവോളം ആ സദസ്സിൽ ദ്വാർന്നിട്ടേ പോകുള്ളൂ. അള്ളാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. ആ പിതാവിൻ്റെ മഹത്തായ മാതൃക പിൻപറ്റി ആ പിതാവിൻ്റെ പ്രിയപ്പെട്ട പുത്രനും ഈ മജ്ലിസിൽ ഇതാ നമ്മോടൊപ്പം ഈ സ്റ്റേജിൽ ഞാൻ കയറി വരുമ്പോഴും തങ്ങളിവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ഇതത് തീർന്ന് ദ്വാർന്ന് മജ്ലിസിനൂറിൽ ദ്വാർന്നിട്ടേ തങ്ങൾ നമ്മളടുത്ത് നിന്ന് ഇറങ്ങിപ്പോകുള്ളൂ. അള്ളാഹു ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കാനുള്ള ദീർഘായുസ് തങ്ങൾക്ക് നൽകുമാറാവട്ടെ. ഞാനും നിങ്ങളോടൊപ്പം ഈ ദ്വായിൽ പങ്കെടുക്കണം എന്നുള്ള ആൾ തന്നെയാണ്. പക്ഷേ ഈ 2 പ്രധാന അതിഥികൾ വളരെ ദൂരത്തുനിന്ന് വന്നതുകൊണ്ടും ഒരാൾ പാനൂരുകാരനാണ്, ഒരാൾ പിന്നെ നിങ്ങളെ നാട്ടുകാരനാണെങ്കിലും അദ്ദേഹം രാവിലെ ഖത്തറിലേക്ക് പോകേണ്ട ആളാണ്. എനിക്ക് അവരുടെ കൂടെ ചെറിയൊരു ആവശ്യമുണ്ട്. ആ ആവശ്യങ്ങളൊക്കെ വിജയിക്കാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. അള്ളാഹു ആ ഉദ്ദേശിക്കുന്ന നല്ല കാര്യമാണ്. അതൊക്കെ അള്ളാഹു വിജയത്തിലും റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ. അതുകൊണ്ട് നിങ്ങളൊക്കെ എനിക്ക് മനസ്സറിഞ്ഞ് ഓൻ്റെ കൂടെ പോകാനുള്ള ഒരു സമ്മതം എനിക്ക് നിങ്ങൾ തരുകയും വേണം. ഈ സംരംഭത്തിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യണം. ഞാൻ പറഞ്ഞാൽ ചെയ്യുമെന്നവർക്കൊക്കെ അറിയാം. ഈ പ്രദേശത്ത് ആര് എപ്പോൾ ഞാൻ പറഞ്ഞാലും എന്നെ സ്നേഹിക്കുന്നവരാണ്, എന്നെ അമിതമായി ഇഷ്ടപ്പെടുന്നവരാണ്.
ഒക്കെ എനിക്ക് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത് തരാറുണ്ട്. അതുപോലെ ഒരു സാമ്പത്തിക സഹായം ഈ സദസ്സിൽ നിങ്ങൾ തരണം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. എല്ലാവരും ഈ സദസ്സൊന്ന് ഉഷാറാവാൻ നീറ്റുന്നിട്ട് ഒരു 3 സലാത്തില്ലേട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഉറക്കെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഉറക്കെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. എല്ലാവരും ഇരിക്കും. ഈ ദ്വാരക്കുന്നതിന് മുമ്പ് ഈ നിങ്ങളൊക്കെ ഇന്നത്തെ ഈ പരിപാടിയുടെ ആവശ്യത്തിനായ ഒരു ചെറിയ സംഭാവന ബഹുമാന്യനായ ഉബൈദുള്ള തങ്ങളുടെ കയ്യിൽ തങ്ങളെ ഇരുത്തിയിട്ട് ഞാൻ മേടിക്കലൊരു മര്യാദക്കേടാണ് മനസ്സിലായി. സാധാരണ ഞാനാ മേടിക്കൽ. പക്ഷെ തങ്ങളെ ഇരിക്കുമ്പോൾ ഞാനത് ചെയ്താൽ ഒരു കുരുത്തക്കേടായി പേടിയുള്ളത് കൊണ്ട് ബഹുമാന്യനായ തങ്ങളുടെ കയ്യിലൊരു സംഭാവന കൊടുക്കി. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ദ്വാരക്ക് അടുത്തോട്ടുണ്ട് വരെ എല്ലാവരും ഒരു ചെറിയ സംഭാവന എല്ലാവരും തരും. ഈ സ്ഥാപനത്തിൻ്റെ പുരോഗതിക്കും ഈ ചെലവിലേക്ക് ഒന്നും വരെ മേടിച്ചിട്ടില്ല. 500 രൂപയുള്ളവർ 500 രൂപ, 1000 രൂപയുള്ളവർ 1000 രൂപ എന്നെ തരും. എല്ലാവരും എണീറ്റ് നിൽക്കി. സല്ലല്ലാഹു അലാ മുഹമ്മദ്. എല്ലാവരും ഞങ്ങളടുത്ത് നോക്കി. സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും വരും. സല്ലല്ലാഹു അലാ മുഹമ്മദ്. എല്ലാവരും വരും. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉള്ളതുകൊണ്ട് എല്ലാവരും വരും. സല്ലല്ലാഹു അലാ മുഹമ്മദ്. എല്ലാവരും വരും. ആരുടെ ദുആ ഈ സദസ്സെന്ന് അല്ലാഹു കബൂലാക്കുക അറിയില്ല. മഹത്തായ മജ്‌ലിസുൻ നൂറിന്റെ വേദിയിൽ സഹോദരങ്ങളെ, നിഷ്കളങ്കരായ സഹോദര സഹോദരിമാരിൽ നിന്നുകൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്യുമ്പോൾ നേരത്തെ ബഹുമാന്യനായ തങ്ങൾ സൂചിപ്പിച്ച പോലെ നല്ല കർമ്മങ്ങൾ നല്ലത് വെച്ച് അല്ലാഹുവോട് പ്രാർത്ഥിക്കപ്പെടുമ്പോൾ അല്ലാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും. യാതൊരു സംശയത്തിനകത്തില്ല. അതുകൊണ്ട് ഉള്ളവർ ഉള്ളത് കൊടുത്ത് നമ്മുടെ പ്രാർത്ഥനയുടെ മുന്നോടിയായി ഒരു അമല് ചെയ്യുക എന്ന നിയ്യത്തോടെ, നല്ല നിയ്യത്തോടെ ഉള്ളതുകൊണ്ട് എല്ലാവരും വരും. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്ത്രീകളുടെ ഭാഗത്ത് ബക്കറ്റ് കൊണ്ട് വരുന്നുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. എല്ലാവരും വരും. എല്ലാവരും പങ്കാളികളാവണം. നമ്മുടെ ദുആ അല്ലാഹു കബൂലാക്കണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സഹോദരിമാരെ, മജ്‌ലിസിലേക്ക് ഈ ബഹുമാന്യനായ തങ്ങന്മാരും
ഉസ്താദുമാരൊക്കെ ഇരിക്കുന്ന ഈ മജ്ലിസിൽ പൊന്നു കൊടുത്താലും വലിയ കൂലിയുള്ള കാര്യമാണ്. ഒരു പെണ്ണ് ആദ്യം കൊടുത്തയച്ചാൽ കണ്ട് എല്ലാവരും കൊടുത്തയക്കും. ആരെങ്കിലും ഒരാൾ ആദ്യം കൊടുത്തുവിട്ടെ നല്ല സദസ്സിലേക്ക്. ഈ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്ന ഹാഫിളീങ്ങളെ മുൻനിർത്തി മഹാന്മാരായ പണ്ഡിതന്മാർ നേതൃത്വം നൽകി പഠിപ്പിച്ചിരിക്കുന്ന ഈ മുതാലിമീങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾ ചെറിയ സഹായം എന്നുള്ളവർക്ക് ചെറിയ പൊന്നിൻ്റെ കഷ്ണമൊക്കെ കൊടുത്തയച്ചാൽ നല്ലതാ. ഒരാൾ തുടങ്ങി വെച്ചാൽ എല്ലാവരും തുടങ്ങിക്കോളും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലിം. എല്ലാവരും ആ സദസ്സിൽ നിങ്ങോട് ശ്രദ്ധിക്കും. എൻ്റെ സുഹൃത്ത് നിങ്ങോട് ശ്രദ്ധിക്കണം. എല്ലാവരും പറയുന്നത് ആ സദസ്സിലേക്ക് ഇരിക്കുക. ആ ദ്വാരന്നിട്ട് മജ്ലിസുന്നൂറിലേക്ക് ഒരുങ്ങാണ്. കിടന്നിരിക്കുക. എല്ലാവരും ഒഴിഞ്ഞു നിൽക്കണ്ട. സദസ്സിന് അതിൻ്റെതായ ഒരു ബർക്കത്തോടെ ഇരിക്കും. മക്കളെ കസാര ഉണ്ടല്ലോ, ഇത് സ്വർഗ്ഗപൂന്തോപ്പാണ് ഇൽമിൻ്റെ സദസ്സ്. എല്ലാവരും കിടന്നിരിക്കും സദസ്സിന്. ബഹുമാന്യനായ എന്താ ചിങ്കോണത്ത് മുഹമ്മദ് സാഹിബ്, ആറ്റൂരുള്ള ചിങ്കോണത്ത് മുഹമ്മദ് സാഹിബ് ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ ചെലവ് 25,000 രൂപ ഈ മജ്ലിസിൽ ഏറ്റെടുത്തിരിക്കുന്നു. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. തക്ബീർ ഉറക്കെ ചൊല്ലി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മുടെ ആഫിലിങ്ങളല്ലേ, അത് നമ്മുടെ ആഫിലിങ്ങളല്ലേ. ആ മക്കളും കൂടി വരും. നിങ്ങൾ ആമീന നമുക്ക് വേണ്ട. നിങ്ങൾ കൂടി സദസ്സിലേക്ക് വരും. നിങ്ങൾ ആമീന നമുക്ക് വേണ്ട. നിങ്ങൾ ആമീന നമുക്ക് വേണ്ട. നമ്മളെ മുത്തായ കുട്ടികളെ കൂടെ സദസ്സിൽ കിടത്തേണി ഒരാമീനെ പ്രതീക്ഷിച്ച് നമ്മളൊക്കെ ഇരിക്കണം. ഇങ്ങോട്ട് കിടക്കുക. അവരെല്ലാവരും കിടക്കട്ടെ. നമ്മുടെ കുട്ടികളെ കിടത്തിയ ഒരാമീൻ വേണം നമുക്ക്. അള്ളനൂര് അലി ഒരു കുട്ടിയുടെ ചെലവ് ഒരു വർഷത്തെ 25,000 രൂപ ഏറ്റെടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണേ എല്ലാവരും. ഓനെ നമുക്ക് 4 കുട്ടിയുടെ ഏറ്റെടുക്കല്ലേ. എൻ്റെ സുഹൃത്ത് ഇബ്രാഹിം സാഹിബ് ഒരു കൊല്ലത്തെ 4 കുട്ടിയുടെ ചെലവ് 1 ലക്ഷം രൂപ തരും. എല്ലാവരും ഉറക്കെ സലാത്തല്ലേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒന്നീറ്റുന്നാട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലിം. ഉറക്കാമീൻ പറയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ മജ്ലിസിൽ ഒത്തുകൂടിയ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ മഹത്തായ സ്ഥാപനത്തിലെ 4 കുട്ടികളുടെ ഒരു വർഷത്തെ ചെലവ് ഏറ്റെടുത്ത എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇബ്രാഹിമിൻ്റെയും അതുപോലെ മറ്റൊരു കുട്ടിയുടെ സംഭാവന വർഷത്തെ ചെലവേറ്റെടുത്ത സുഹൃത്തിൻ്റെയും ഈ മഹല്ലിൻ്റെ വൈസ് പ്രസിഡന്റ് ഒരു കുട്ടിയുടെ ചെലവേറ്റെടുത്തു. അത് മുഴുവനും അവരിൽ നിന്ന് നീ കബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ, ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന വലിയ അമലാക്കി അതിനെ സ്വീകരിക്കണേ അല്ലാഹ്.
സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും പടച്ചറബേ നിന്റെ ദീനിനോടുള്ള കൂറിന്റെ ഭാഗമായി ഈ 6 കുട്ടികളുടെ ചെലവ് ഈ മജ്ലിസിൽ വെച്ച് 6 പേരെ ഏറ്റെടുത്തത് നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ അവരുടെ ജോലികളിൽ അവരുടെ കച്ചവടങ്ങളിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. പിന്നെ വളവ് മഹലിന്റെ പ്രസിഡന്റ് ഒരു കുട്ടിയുടെ ചെലവ് ഏറ്റെടുത്തിരിക്കും. PM അലി അൽഹംദുലില്ലാഹി മജ്ലിസിൽ വെച്ചൊരു കുട്ടിയുടെ ചെലവ് ഏറ്റെടുത്തിരിക്കണം. കൈ പൊക്കി ആമീൻ പറയണേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. മലിക്കുൽ മുലൂക്കായ രാജ സയ്യിദായ തമ്പുരാനെ, നിന്റെ പവിത്രമായ ദീനിനു വേണ്ടി ഈ മനുഷ്യ സഹോദരങ്ങളെ സാക്ഷി നിർത്തി നിന്റെ ദീനിനോടുള്ള കൂറുകൊണ്ട് ഒരു കുട്ടിയുടെ ചെലവേറ്റെടുത്ത ആ സഹോദരന്റെ ധർമ്മം ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന വലിയ അമലാക്കി അതിനെ സ്വീകരിക്കണേ അല്ലാഹ്. ജീവിതത്തിലുള്ള എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അവരെയും അവരുടെ കുടുംബത്തെയും ഞങ്ങളെയും നീ കാത്തോളണേ അല്ലാഹ്. അല്ലാഹുവേ, ഇതുപോലെ 10,000 സദസ്സുകളിൽ ഞാൻ നിന്റെ ദീനിനു വേണ്ടി ആവശ്യപ്പെടുമ്പോൾ യാതൊരു മടിയും കൂടാതെ എന്റെ മുന്നിൽ വാഗ്ദാനം ചെയ്യുന്ന സഹോദര സഹോദരിമാർക്ക് അർഹമായ പ്രതിഫലം നീ നൽകണേ റബ്ബേ. ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതോടൊപ്പം അവരുടെയും ഞങ്ങളുടെയും ആഖിറത്തിനെ നീ വെളിച്ചമാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹീറ ഉസ്മാൻ ഒരു സഹോദരി 6,666 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ സദസ്സിൽ നിന്നിപ്പോൾ നമുക്ക് 7 കുട്ടികളുടെ ചെലവ് കിട്ടി. അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കട്ടെ, അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കട്ടെ, അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കട്ടെ. നമ്മൾ ദ്വാരക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഒരു 3 കുട്ടികളെയും കൂടി ഏറ്റെടുക്കാൻ പറ്റിയവരുണ്ടോ സദസ്സിൽ? തങ്ങളെ എനിക്ക് പേരൊന്നും അറിഞ്ഞുകൂടാ. ആരെങ്കിലും ഒരു 3 ആളും കൂടെ ഒരു കുട്ടിയുടെയും കൂടെ സദസ്സൊന്നും ഏറ്റെടുത്താട്ടെ. അൽഹംദുലില്ലാഹ്, ഒരു 3 എണ്ണം കൂടെ ഒരു കുട്ടിയുടെ പേര് ഒരു 3 സലാത്ത് ഉറക്കെ ചൊല്ലി. ഒരു 3 സലാത്ത് ഉറക്കെ ചൊല്ലി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ച റബ്ബേ, ഈ ദീനീ സ്ഥാപനത്തിന് വേണ്ടി ഇവിടെ പഠിക്കുന്ന ഒരു മുതഅല്ലിമിന്റെ ഒരു ഹാഫിളിന്റെ ചെലവ് ഈ സദസ്സിൽ നിന്ന് ആവശ്യപ്പെട്ടപ്പോൾ യാതൊരു മടിയും കൂടാതെ നിന്റെ ദീനിന് വേണ്ടി ഏറ്റെടുത്ത സഹോദരന് ആ ദുനിയാവിലുള്ള സകലമാന പരീക്ഷണങ്ങളെ തൊട്ടും അദ്ദേഹത്തെയും കുടുംബത്തെയും നീ കാത്തോളണേ റബ്ബേ. അദ്ദേഹം ചെയ്യുന്ന ജോലിയിൽ കച്ചവടത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ ചെയ്ത ധർമ്മത്തിന്റെ ഫലം കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ മുൻഗാമികളുടെ പാപങ്ങളെ നീ പൊറുക്കണേ റബ്ബേ. കൂമുള്ളംപറമ്പിൽ മുഹമ്മദ് മാമദ് ഒരു കുട്ടിയുടെ കൂടി ഏറ്റെടുത്തിരിക്കും. ഒരു 3 സലാത്ത് ഉറക്കെ ചൊല്ലി മദീനയിലേക്ക് എത്തുന്ന സലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി
عليه وسلم اللهم صل على محمد والآل والأصحاب سلم കൈപൊക്കി ആമീൻ പറയും. ഇരിക്കുകയാണെങ്കിലും ഉറങ്ങി തൂങ്ങരുത്. ആമീൻ അല്ലാഹു കബൂലാക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഈ മജ്ലിസിൽ വെച്ചൊരു കുട്ടിയുടെ ചെലവേറ്റെടുത്ത സഹോദരന്റെ ജോലിയിൽ ഖൈറും ബറക്കത്തും കച്ചവടത്തിൽ നിഅമത്തും നീ നൽകണേ അല്ലാഹ്. പടച്ചറബ്ബേ, നിന്റെ ഖജനാവ് വിശാലമാണ്. നിന്റെ ദീനിൽ ഉപകരിക്കുന്ന നല്ല സമ്പൽ സമൃദ്ധിയെ അദ്ദേഹത്തിന്റെ കരങ്ങളിൽ നീ അധികരിപ്പിക്കണേ റബ്ബേ. ജീവിതത്തിലുള്ള സകലമായ പരീക്ഷണങ്ങളിൽ നിന്നും അദ്ദേഹത്തെയും കുടുംബത്തെയും നീ കാത്തോളണേ റബ്ബേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പുത്തമ്പൊരേക്കൽ ഖാലിദാജി മകൻ റഫീഖ് ഒരു കുട്ടിയുടെ ചെലവും കൂടി ഏറ്റെടുത്തിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. പുത്തൻപീടികയിൽ അതിനേക്കാളുപരി ഒരു സഹോദരി കാതിനകത്തുള്ള രണ്ടാഭരണവും ഊരിക്കൊടുത്തയച്ചിരിക്കുന്നു. ഒന്ന് എണീറ്റ് നിന്നിട്ട് ഒരു 3 സലാത്ത് ഉറക്കെ ചൊല്ലിയിരിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അൽഹംദുലില്ലാഹ്. മറ്റൊരു സഹോദരി കുട്ടി പെട്ടെന്ന് ഹാഫിളാവാൻ ഒരു സ്വർണ്ണമോതിരവും കൂടെ ഉറക്ക സലാത്തില്ലേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലിം. കൈപൊക്കി ആമീൻ പറയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഈ മജ്ലിസിൽ വെച്ച് മറ്റൊരു കുട്ടിയുടെ ചെലവേറ്റെടുത്ത സഹോദരന് ഖൈറും ബറക്കത്തും നൽകണേ റബ്ബേ. അല്ലാഹുവേ, ജീവന് തുല്യമായി സ്നേഹിക്കുന്ന സ്വർണ്ണാഭരണം തന്റെ 2 കാതിനകത്തണിഞ്ഞ് വീട്ടിൽ നിന്ന് വന്ന്, തന്റെ കരലിനകത്തണിഞ്ഞ് വീട്ടിൽ നിന്ന് വന്ന് ഈ മജ്ലിസിൽ റബ്ബേ നിന്റെ ഖുർആനിനെ ആദരിച്ചുകൊണ്ട്, നിന്റെ ഖുർആനിനോടുള്ള ബഹുമാനം കൊണ്ട് സ്വന്തം കുട്ടി ഹാഫിളാവാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ 2 സ്വർണ്ണാഭരണങ്ങൾ ഊരിയേൽപ്പിച്ച എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ കത്തിയാളുന്ന നരകശിക്ഷയെ തൊട്ട് ഖബർ ശിക്ഷയെ തൊട്ട് നീ കാത്തോളണേ റബ്ബേ. അല്ലാഹുവേ, പുണ്യനബി നരകത്തിൽ സ്ത്രീകളെ കണ്ടുപോയ കൂട്ടത്തിൽ ഈ 2 സഹോദരിമാരെ, ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ ഉമ്മമാരെ നീ പെടുത്തരുതേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ ഖജനാവ് വിശാലമാണ്. ഈ മജ്ലിസിൽ വെച്ച് എന്റെ കയ്യിൽ ഈ 2 സ്വർണ്ണാഭരണം ഊരിയേൽപ്പിച്ച സഹോദരിമാർക്ക് ഈ ലോകത്ത് തന്നെ സ്വർണ്ണാഭരണം അണിയാനുള്ള തൗഫീഖ് നൽകുന്നതോടൊപ്പം ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന വലിയ അമലാക്കി ഇതിൽ സ്വീകരിക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഇതുപോലെ പാതിരാവിൽ 10,000 മജ്ലിസുകളിൽ വെച്ച് എന്റെ കൈ നിറയെ എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാർ വിവിധ മജ്ലിസുകളിൽ വെച്ച് എന്നെ വിശ്വസിച്ച് സ്വർണ്ണാഭരണം ഊരിയേൽപ്പിച്ചിരിക്കുന്നു. അർഹമായ പ്രതിഫലം അവർക്ക് നീ നൽകണേ റബ്ബേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുത്തുൻ്റെ മോൻ മാജിദ് ഹാഫിദ് ഈ സ്ഥാപനത്തിൽ നിന്ന് ഹാഫിലായതാണ്. ഇൻഷാ അല്ലാഹ് അവന് പള്ളിയിൽ ഇമാമായിട്ട് UAE ഷാർജയിൽ വർക്ക് ചെയ്യാണ്. ഞാനും യൂസുഫ് ഹാജി കറാമ ഇബ്രാഹിം കൂടെയൊക്കെ ജോലി ചെയ്യുന്ന പള്ളിയിൽ ഒന്ന് പോയി ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ അവൻ്റെ അടുത്ത് പോകുന്നത്. അള്ളാഹു നല്ല കുട്ടിയാക്കി ദീനിന് ഉപകരിക്കുന്ന ഹാഫിലാക്കി അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അവൻ ജോലി ചെയ്യുന്ന പള്ളിയൊന്നും കാണുമെന്ന് പറഞ്ഞു യൂസുഫ് ഹാജി ഞാനും ഇബ്രാഹിം കൂടെ അവൻ്റെ റൂമിലൊക്കെ
പോയിരുന്നു. അവനൊരു കുട്ടിയുടെ ചെലവ് ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു സഹോദരി ഒരു സ്വർണ്ണമോതിരം കൂടെ കൊടുത്തിട്ടുണ്ട്. വേറൊരു സഹോദരി ഒരു 2 കമ്മലും കൂടെ ഊരി തന്നിട്ടുണ്ട്. മാജിദ് ഒരു കുട്ടിയെ ഏറ്റെടുത്തിട്ടുണ്ട്. 2 സ്വർണം കൂടെ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു 3 സലാത്തും കൂടെ എണീറ്റ് ഉറക്കെ ചെല്ലിയ സന്തോഷമായി. സല്ലല്ലാഹു അലാ മുഹമ്മദ് വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹന ജലീൽ എന്ന് പറയുന്ന സഹോദരി ഒരു കുട്ടിയുടെ കഫാലത്ത് ഏറ്റെടുത്തിരിക്കുന്നു. 25,000 രൂപ. മുസ്തഫ 25,000 രൂപ. ആറ്റൂർ കൂളിയാത്ത് ഒരു കൂളിയാട്ട് വളപ്പിൽ ഒരു കുട്ടിയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അപ്പോൾ 13 കുട്ടികളായി. ഒരു 3 സലാത്ത് ഉറക്കെ ചൊല്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദ്വാർക്കുന്നവരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നാളെ ഞാൻ പ്രസംഗിക്കുന്ന സദസ്സിലും മറ്റന്നാൾ പ്രസംഗിക്കുന്ന സദസ്സിലും ഒക്കെ ദ്വാർക്കും. ആരെങ്കിലും സ്വർണം തരണമെങ്കിൽ വേഗം കൊടുത്തുകൂടി. ഒരു കുഞ്ഞിനെ പറഞ്ഞാക്കി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് والأصحاب سلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹുവേ, ഈ മഹത്തായ മജ്ലിസിൽ വെച്ചുകൊണ്ട് വീണ്ടും 3 കുട്ടികളുടെ സഹായം ഏറ്റു പഠന ചെലവേറ്റെടുത്ത 3 സഹോദരങ്ങളുടെ വീണ്ടും 2 സ്വർണ്ണാഭരണങ്ങൾ ഊരിയേൽപ്പിച്ച സഹോദരിമാരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും ബദരീകളുടെ ഹക്ക് കൊണ്ട് നീ അല്ലാഹുവേ, അവരുടെ മനസ്സിനകത്തുള്ള ഞങ്ങളുടെ മനസ്സിനകത്തുള്ള നീറുന്ന പ്രയാസങ്ങളെ നീ ദൂരീകരിക്കടേ റബ്ബേ. പടച്ചവനെ, ചുറ്റുപാട് വളരെ മോശമാണ്, സാഹചര്യങ്ങൾ പ്രതികൂലമാണ്. ഈ ഘട്ടത്തിൽ നിന്റെ ദീനിനോടുള്ള കൂറുകൊണ്ട് ഈ സ്വർണ്ണാഭരണങ്ങൾ ഊരിയേൽപ്പിച്ച സഹോദരിമാരുടെ, ഈ കുട്ടികളുടെ ചെലവേറ്റെടുത്ത സുഹൃത്തുക്കളുടെ സഹോദരിയുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കുന്നതോടൊപ്പം ദീർഘായുസ്സിനെ നീ നൽകണേ അല്ലാ. ഞാൻ 10 കുട്ടികളെ പ്രതീക്ഷിച്ചിരുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പം 13 കുഞ്ഞുങ്ങളായി. ഇനി 3-4 സഹോദരിമാർ പൊന്നും തന്നു. എൻ്റെ കൂറ്റ് പറ്റ അടച്ചിട്ട് എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കാനുള്ള കരുത്തൊന്നുമില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. ഞാൻ ഈ പുതുക്കോട് ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ പഴയ കുറുക്കല്യാണത്തിലിട്ട മൈക്കാണ് ഇട്ടിരിക്കുന്നത്. അതിൽ മൈക്ക് മോശമാണെങ്കിലും ആളുകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ പിരിഞ്ഞു പോരാൻ പാടില്ലല്ലോ. ഞാനൊരു 2-2.5 മണിക്കൂർ അവിടെ ആ മോശമായ മൈക്കിൽ വെച്ച് പ്രസംഗിച്ചപ്പോൾ അടഞ്ഞു പോയതാ ശബ്ദം. ശബ്ദങ്ങളിത് ശരിയാവാൻ വേണ്ടി പ്രത്യേകം ദ്വാർക്കണം. അള്ളാഹു നമ്മുടെ രോഗങ്ങളെ ശിഫാക്കി തരട്ടെ. ഇനി ആരെങ്കിലും സ്ഥാപനത്തിന് സഹായിക്കുന്നവരുണ്ടെങ്കിൽ ബഹുമാനനായ സയ്യിദ് ഉബൈദ് തങ്ങൾ ഇവിടെയുണ്ട്. തങ്ങൾ ദ്വാർക്കും. എനിക്കിവിടെ കൂടെ പോവാനുള്ളത് കൊണ്ടാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാർക്കണേ. അടുത്ത മജ്ലിസിന് മുമ്പ് ഞാൻ നിങ്ങളോടൊപ്പം കൂടി ദ്വായിൽ പങ്കെടുക്കും. അള്ളാഹു കൂടാനും പങ്കെടുക്കാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ ദ്വാർക്കണമെന്ന്. രണ്ടാമത്തെ ഞായറാഴ്ച മഗ്‌രിബിനല്ലേ തങ്ങളെ? എല്ലാ 2ാം ഞായറാഴ്ചയും ഇംഗ്ലീഷ് മാസത്തിൻ്റെ 2ാം ഞായറാഴ്ചയും മഗ്‌രിബിൻ്റെ ശേഷമാണ് അത്ര ഇവിടെ സലാത്ത് മജ്‌ലിസുൻ നൂർ. അതിൽ നിങ്ങളൊക്കെ ഒന്ന് പങ്കെടുക്കണം, വിജയിപ്പിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരു ചാക്കാരി ഒരു സഹോദരൻ ചണയങ്കാട്ടിൽ പാത്തുമ്മ ഈ മജ്‌ലിസിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു ആ പങ്ങളിൽ നിന്ന് നല്ല അമലാക്കി കബൂൽ ചെയ്യട്ടെ. ആ പങ്ങളുടെ മുറാദ് അള്ളാഹു ഹസലാക്കി കൊടുക്കട്ടെ. ആ പങ്ങളെല്ലാം പരീക്ഷണത്തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. റഹ്മത്തിക യാ അർഹമർ റഹീം.
സഹോദരൻ 5000 രൂപ തന്നിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ജോലിയിലും കച്ചവടത്തിലും അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തെ നമ്മയും അള്ളാഹു എല്ലാ പരീക്ഷണങ്ങളും തൊട്ടും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദ്വാർക്കണേ. ഞാൻ എല്ലാ സ്റ്റേജിലും സദസ്സിലും വെച്ച് നിങ്ങൾക്കൊക്കെ വേണ്ടി ദ്വാർക്കും. എന്താ മൊയ്ന് എന്തെങ്കിലും പറയണ്ടോ? നിർത്താൻ പോവാണ്. മൊയ്ൻ്റെ പെണ്ണുങ്ങൾ കുഞ്ഞാന്നാ നിർത്തിയോട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദ്വാർക്കണമെന്ന് ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്തുകൊണ്ട്